അന്യഗ്രഹ ജീവികൾ കഥാപാത്രങ്ങളാവുന്ന സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പല സിനിമകളിലും ഏലിയൻസിനെ പൊതുവെ വില്ലന്മാരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അന്യഗ്രഹ ജീവിയെ ഇഷ്ടത്തോടെ കണ്ടിരിക്കാൻ തോന്നിപ്പിച്ച നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് കോയി മിൽ ഗയ. ജാദു എന്ന ഏലിയൻ കഥാപാത്രത്തോട് നമ്മളിലെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. വേൾഡ് സിനിമ നോക്കിയ ഏലിയൻ, പ്രിഡേറ്റർ, മാസ് അറ്റാക്ക്, ദ വാർ ഓഫ് ദി വേൾഡ്സ് എന്നിങ്ങനെ കുറേ സിനിമകളുണ്ട് ഇത്തരത്തിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തരം സിനിമകളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ചിത്രമുണ്ട്. ഈ സിനിമകൾക്കൊക്കെ പ്രചോദനമായിട്ടുള്ള ഒരു സിനിമ സ്റ്റീവൻ സ്പിൽബർഗിന്റെ 82 ഇറങ്ങിയ E.T. ദ എക്സ്ട്രാ ടെറസ്ട്രിയൽ. നമ്മൾ മുൻപ് പറഞ്ഞ കോയി മിൽ ഗയ എന്ന സിനിമ വരുന്നതും E.T.യുടെ ഇതേ പ്ലോട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. E.T.യുടെ ദേശീയ വേർഷനായിരുന്നു ജാദു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് അന്യഗ്രഹ ജീവിയെ കുട്ടികളുടെ സുഹൃത്തായി കൊണ്ടുവരുന്നതും ഇതിലാണ്. ഈ ചിത്രത്തിന് മുൻപോ ശേഷമോ അത്ര മനോഹരമായ ഒരു ഏലിയൻ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുവരെ അന്യഗ്രഹ ജീവികളെ മനുഷ്യന്റെ ശത്രുക്കളായി അവതരിപ്പിച്ചിരുന്നിടത്ത്, അവരോട് പോരാടി ജയിച്ചിരുന്ന മനുഷ്യന്റെ കഥ പറഞ്ഞിരുന്നിടത്ത് E.T. തീർത്തും വ്യത്യസ്തമാകുന്നത് ഇതിന്റെ കഥാഗതി കൊണ്ട് തന്നെയായിരുന്നു. അന്യഗ്രഹ ജീവികളും മനുഷ്യരും, പ്രത്യേകിച്ച് കുട്ടികളും തമ്മിലുണ്ടായ ഒരു സൗഹൃദത്തിന്റെ കഥയായിരുന്നു E.T. സ്പിൽബർഗിന്റെ ആദ്യ സയൻസ് ഫിക്ഷൻ സിനിമയൊന്നുമല്ല. ജുറാസിക് പാർക്ക് സീരീസ് ഉൾപ്പെടെ ദി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പറക്കുംതളികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ക്രോസ് എൻകൗണ്ടേഴ്സ് ഓഫ് തേർഡ് കൈൻഡ്, അങ്ങനെ സയൻസ് ഫിക്ഷൻ, ഫാന്റസി കഥകളിൽ അത്ഭുതം തീർത്ത സംവിധായകൻ തന്നെയാണ് സ്പിൽബർഗ്. E.T.യെ കുറിച്ച് പറയുകയാണെങ്കിൽ കോയി മിൽ ഗയയിലെ ജാദുവിന്റെ സ്റ്റോറി പോലെ തന്നെ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടി ഏലിയനാണ് E.T. ഭൂമിയിൽ നിന്നും ചെടികളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ വന്ന അന്യഗ്രഹ ജീവികളിൽ ഒരെണ്ണം ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നതാണ് കഥ. പെട്ടെന്ന് അവിടെ എത്തിയ മനുഷ്യരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്ന അവർക്ക് E.T.യെ അവരുടെ പേടകത്തിൽ കയറ്റാൻ സമയം കിട്ടിയില്ല. ഒറ്റപ്പെട്ടു പോയ E.T.യെ ഒരു കുട്ടി കണ്ടെത്തുന്നതും അവനെ രഹസ്യമായി അവന്റെ മുറിയിൽ സൂക്ഷിക്കുന്നതും ഒക്കെയാണ് കഥാസന്ദർഭം. പിന്നീട് എലിയോട്ട് എന്ന് പറയുന്ന ഈ കുട്ടി സഹോദരനെയും സഹോദരിയെയും ഈ രഹസ്യം കാണിച്ചു കൊടുക്കുകയും അവർ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ രഹസ്യമായി ഇവർ സംരക്ഷിച്ചു പോകുന്ന E.T.യെ സർക്കാർ ഏജൻസികൾ കണ്ടെത്തുകയും അവർ അതിനെ പിടികൂടുകയും ചെയ്യുന്നു. E.T.യെ രക്ഷിക്കാൻ എലിയോട്ടും കൂട്ടുകാരും നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമ. ഇന്റർനാഷണൽ സിനിമകളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ പൊതുവെ ഇത്തരം സയൻസ് ഫിക്ഷൻ ഏലിയൻ പരീക്ഷണങ്ങൾ വളരെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. 1967 സത്യജിത് റേ സമാന്തര വിഷയത്തിൽ ദ ഏലിയൻ എന്നൊരു ചിത്രം ഒരുക്കാൻ തിരക്കഥയൊക്കെ എഴുതിയിരുന്നു. പക്ഷെ അത് പിന്നീട് സംഭവിച്ചില്ല. ഒരു അന്യഗ്രഹ ജീവിയെ സീരിയസ് ആയിട്ടും എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടും ഇന്ത്യയിൽ കൊണ്ടുവന്ന ആദ്യ സയൻസ് ഫിക്ഷൻ സിനിമ 2003 റിലീസിനെത്തിയ കോയി മിൽ ഗയ തന്നെയായിരുന്നു. ഇത്തരം സിനിമകൾ കാണാൻ നമുക്കുള്ള താല്പര്യം മാക്സിമം ഉപയോഗപ്പെടുത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു കോയി മിൽ ഗയ. ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു വന്നത്. സംവിധാനം രാകേഷ് റോഷൻ ആയിരുന്നു. ഹൃതിക് റോഷനെ കൂടാതെ രേഖ, പ്രീതി സിൻഡ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം ചെറിയൊരു വേഷത്തിൽ ഈ രാകേഷ് റോഷനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ റിലീസ് ദിവസം തന്നെ ഇന്ത്യ ഒട്ടാകെ 450 സ്ക്രീനുകളിലെത്തിയ ചിത്രം 80 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ 2003 ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു. ആമിർ ഖാൻ, രാജ്കുമാർ ഹിറാനി കൂട്ടുകെട്ടിൽ വന്ന PK ആയിരുന്നു പിന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും കളക്ഷൻ നേടിയതുമായിട്ടുള്ള മറ്റൊരു ഏലിയൻ പടം. കഠിന മതവിശ്വാസികളെ ചോദ്യം ചെയ്ത പടം വിമർശിക്കപ്പെട്ടതിലേറെ അംഗീകരിക്കപ്പെട്ടു. മലയാളത്തിലേക്ക് നോക്കിയാൽ 2024 ഇറങ്ങിയ അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരിയാണ് ഏറ്റവും അപ്പീലിംഗ് ആയി തോന്നിയിട്ടുള്ള മറ്റൊരു ഏലിയൻ ചിത്രം. മോക്യുമെന്ററി സയൻസ് ഫിക്ഷൻ കോമഡി ഫോർമാറ്റിൽ നല്ല സാങ്കേതിക മികവോടെ വന്ന സിനിമയായിരുന്നു ഗഗനചാരി. 2040കളിലെ കേരളത്തിലെ ഒരു ഡിസ്റ്റോപ്പിയൻ പശ്ചാത്തലത്തിൽ ഒരു ഏലിയൻ എത്തുന്നതും തുടർന്നുണ്ടാവുന്ന രസകരമായ സംഭവങ്ങളുമായിരുന്നു ചിത്രം പറഞ്ഞത്. അനാർക്കലി മരിക്കാറായിരുന്നു ചിത്രത്തിൽ ഏലിയന്റെ റോളിൽ വന്നത്. ഇപ്പോൾ റിലീസിനെത്തുന്ന ആദിത്യൻ ചന്ദ്രശേഖർ ഒരുക്കുന്ന പ്ലൂട്ടോ ഇതേ ഏലിയൻ തീമിൽ വരുന്ന നല്ലൊരു കോമഡി എന്റർടൈനർ ആകാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യനല്ലാത്ത പ്രപഞ്ച ജീവികളെ കാണാനും അവരെങ്ങനെയാവും എന്നറിയാനുമുള്ള മനുഷ്യന്റെ ഒരു കൗതുകവും ത്വരയും നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം വിഷയങ്ങൾക്ക് ഇവിടെ സ്കോപ്പുണ്ട്.